ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കനും പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ കറി വയ്ക്കാനൊക്കെ ചിക്കൻ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസമുള്ള 2-3 പീസ് ചിക്കൻ മാറ്റി വയ്ക്കുക. അത്രയും ചിക്കൻ മതി. പിന്നെ നമുക്ക് വലുതാണെങ്കിൽ 1 ഉരുളക്കിഴങ്ങ്, ചെറുതാണെങ്കിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ചിക്കൻ പീസസ് നല്ല കഴുകി വൃത്തിയാക്കിയതാണ്, അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അതുപോലെ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിലൊക്കെ വേവിച്ചെടുക്കണം. അപ്പം നല്ലപോലെ വെന്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും വേറെ വേറെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊന്നും കളയണ്ട, അപ്പോൾ നമ്മുടെ അതിൻ്റെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പോവും. നന്നായി വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ ചിക്കൻ പീസസും കൈ കൊണ്ട് നുള്ളി ചെറുതാക്കി എടുക്കണം. അപ്പോൾ പൊട്ടാറ്റോ മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ ചെറുതാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, മിക്സിയിലൊന്നും ഇടണ്ട, നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചാൽ മതി. ചിക്കന് നമുക്ക് വെന്ത് കഴിഞ്ഞ കാരണം ഇതുപോലെ പെട്ടെന്ന് തന്നെ നുള്ളിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മസാലയ്ക്കായിട്ട് വേണ്ടത് ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തതാണ്. നമുക്കൊരു ഫ്രൈയിങ് പാൻ വെക്കാം, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ കുരുമുളക് പൊടി നേരത്തെ ചേർത്തതാണല്ലോ, അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇത് വഴറ്റി നല്ലപോലെ ഒരു നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ വഴറ്റി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ പട്ടയും ഗ്രാമ്പും ഇലയ്ക്കൊക്കെ വീട്ടിൽ ചിക്കനൊക്കെ ഇടാനായിട്ട് പൊടിച്ച് വയ്ക്കുമല്ലോ, ആ ഗരം മസാലയാണ്, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന മീറ്റ് മസാല ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയിലയാണ് ഞാൻ ചേർക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മല്ലിയില ചേർത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വെച്ചു. അപ്പം ഇത് നമ്മുടെ ഫില്ലിങ്ങിനുള്ള മിക്സ് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദ 1 കപ്പ് 1.5 കപ്പ് മൈദ എടുക്കാം. നമുക്ക് എന്തോരം മിക്സ് ഉണ്ട് അതിനനുസരിച്ചുള്ള മൈദ എടുക്കാം. അത് കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അതിനുശേഷം അതിന് ചെറിയ ബോളുകൾ എടുത്തിട്ട് നല്ല കനം കുറച്ച് പരത്തണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിയേക്കാളൊക്കെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ മൈദയായ കാരണം നമുക്ക് നല്ലപോലെ പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു അടപ്പെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ടും ഇത് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 വശത്തു നിന്നും ഒന്ന് മടക്കി ഇതിനൊരു ബോക്സ് പോലെയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ തന്നെ ഇത് അവിടെ അങ്ങനെ ഇരുന്നോളും.
വിട്ടു പോകുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്താൽ നല്ലപോലെ ഒട്ടി കിട്ടും. എല്ലാ മാവും നമ്മളിപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്സ് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ല സിമ്മിലാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് അത് നല്ല പോലെ നമുക്ക് ഈ മൈദയുടെ ഈ മിക്സൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പം എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എണ്ണയിലേക്ക് ചേർക്കണം. അതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ ചെറുതാക്കി വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള എണ്ണ കൂടെ നല്ലപോലെ പോയി കിട്ടും. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിക്കാം. ഈ സ്നാക്സിന് ഞാൻ ഇതുവരെ ഒരു പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതിന് യോജിക്കുന്ന ഒരു പേര് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ചിക്കനൊക്കെ കറി വയ്ക്കാൻ എടുക്കുമ്പോൾ അതിന്ന് 2-3 പീസ് മാംസം മാത്രമായിട്ട് നീക്കിയെടുത്തിട്ട് ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.